ഒരിക്കലും അണയാത്ത ഒരു തിരുനാളമുണ്ട് അഭയാലയത്തിലെ പ്രാർത്ഥനാ മുറിയിൽ. അത് നന്മയുടെയും വിശ്വാസതയുടെയും അത്രേ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഏറ്റവും യഥാർത്ഥമായ ഒരു നേർചിത്രം. ഭിന്നശേഷിക്കാരായ 2 കുട്ടികളുമായി 1998 ആരംഭിച്ച് ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന 23 പേർ അന്തേവാസികളായുള്ള സ്ഥാപനമാണിത്. അതേസമയം മഹാപ്രളയവും കോവിഡും വലിയ വെല്ലുവിളിയായപ്പോൾ നാശനഷ്ടങ്ങൾ മൂലം കടുത്ത പ്രതിസന്ധിയിലും ജീർണാവസ്ഥയിലുമാണ് അഭയാലയം ഇന്ന്. സാമ്പത്തികമായ സഹായങ്ങളും ഭൗതികമായ പിന്തുണയും ഏറ്റവും അധികം അറിയിക്കുന്നവരാണ് ഇക്കൂട്ടർ. അഭയാലയത്തിലെ സർവസ്വമായ സാരഥി, അന്തേവാസികളെ മക്കളെ പോലെ പരിചരിക്കുന്ന എന്നോ സെബാസ്റ്റ്യനാണ് ഈ പോസിറ്റീവ് ഫോക്കസിലെ അതിഥി. നമസ്കാരം. മീഡിയ സിറ്റി ഐ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന പോസിറ്റീവ് ഫോക്കസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാവുന്നതുപോലെ വേറിട്ട വ്യക്തിത്വങ്ങളെ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് മീഡിയ സിറ്റി ഐ ന്യൂസ് ചാനലിൻ്റെ പോസിറ്റീവ് ഫോക്കസ്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്ത് ചേന്നമംഗലം എന്ന സ്ഥലത്തെ അഭയാലയം എന്ന സ്ഥാപനത്തിലാണ് ഉള്ളത്. മനുഷ്യത്വം, കരുണ, ദയ എന്നിവയൊക്കെ സ്വന്തം ജീവിതത്തിൻ്റെ പര്യായമാക്കി മാറ്റിയ ഒരു മനുഷ്യനുണ്ട് ഇവിടെ, ശ്രീ എന്നോ സെബാസ്റ്റ്യൻ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചറിയാം. ശ്രീ സെബാസ്റ്റ്യൻ സാർ, സ്വാഗതം. ഈ മീഡിയ സിറ്റിയുടെ പോസിറ്റീവ് ഫോക്കസ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആമുഖമായി എന്താണ് പറയാനുള്ളത്? നിലവിൽ താങ്കൾ ഏർപ്പെട്ടിരിക്കുന്ന കർമ്മ മണ്ഡലം പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? എനിക്ക് ഇപ്പോഴത്തെ ഉദ്ദേശങ്ങൾ ഈ നിരാലംബരായിരിക്കുന്ന ഈ സമൂഹത്തിൽ വളരെയധികം എല്ലാവരും തള്ളപ്പെട്ടിരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ കണ്ണിലുണ്ട്. അവരുടെ ജീവിത ശൈലികളും അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളൊരു ആശയം കണക്കിലെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ അഭയാലയം എന്ന ഈ ചെറിയ സ്ഥാപനം 28 വർഷത്തിന് മുൻപ് ഞാൻ ഇവിടെ സ്ഥാപിച്ച് വരുന്നത്. ഈ ചുറ്റുപാടിലുള്ള എല്ലാ മനുഷ്യസ്നേഹികളും എന്നെ സ്നേഹിക്കുകയും എന്നോടൊപ്പം അവർ എല്ലാവിധ സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നൊരു മനുഷ്യ ചങ്ങല തന്നെയാണ് ഇവിടെ ഈ വലയം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അരികിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അഭയാലയം എന്ന ഈ സ്ഥാപനം ജനങ്ങളുടെ ജീവിത രീതികളെല്ലാം മനസ്സിലാക്കി കഷ്ടപ്പെടുന്ന ബുദ്ധിമാന്യം, അതുപോലുള്ള നിരാശ്രയായി കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളത് മാത്രമാണത്. ഇവിടെ ഉള്ള അന്തേവാസികളിൽ ഒരു വിഭാഗം ആളുകൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. നാം അവരുടെ ഭവനത്തിലേക്ക് ചെന്ന് നോക്കിക്കഴിയുമ്പോൾ, അവരുമായി സംസാരിച്ചിടപഴകി കഴിയുമ്പോൾ ഒരു തുള്ളി കണ്ണീർ നമ്മുടെ കവിളിലൂടെ ഒഴുകും. അത്ര ദുഃഖങ്ങളായ വളരെ വിഷമത്തിലുള്ള ആളുകളുടെ ഭവനത്തിൽ നിന്നാണ് ഞാനിവരെല്ലാം ശേഖരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടി ആഹാരം, മരുന്ന്, വസ്ത്രം, മറ്റുള്ള പരിചരണങ്ങൾ, ഇവരുടെ താമസം, ഇതെല്ലാം ഈ അഭയാലയത്തിൽ തന്നെയാണ് നടത്തുന്നത്. ഞാൻ ജനിച്ചു വളർന്ന ഒരു ഗ്രാമമാണ് ഈ ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലം. എൻ്റെ ജന്മനാട് ചേന്നമംഗലത്ത് വടക്കുംപുറം കൊച്ചങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പോൾ എനിക്ക് 73 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ബാല്യകാലം മുഴുവനും കലാപരമായിട്ടുള്ള കുഞ്ഞു നാടകങ്ങൾ, നമ്മുടെ ഈ പറവൂർ ജോർജ് സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, നല്ലൊരു കലാകാരനും ഒരു സാറും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കെയറോപ്പിൽ എന്നെ ബാല്യകാലങ്ങളിൽ നാടകത്തിൽ രൂപം കൊണ്ടപ്പോൾ ശിശുവായി അഭിനയിക്കുന്നതിന് വേണ്ടി എന്നെ അദ്ദേഹം കൂടെ ചേർത്ത് പിടിച്ചു. പല നാടകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഞാൻ അഭിനയിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് നമ്മുടെ കേരളം EMSൻ്റെ ഭരണ അധികാരമുള്ള സമയത്താണ് ആ നാടകം ഞാൻ
പങ്കെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ പല നാടകങ്ങളും, പിന്നെ അമേച്ചർ നാടകങ്ങൾ പല പങ്കളിലും ഞാൻ എഴുതി. ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്ക് വേണ്ടി, രോഗികൾ എന്നവരെ വിളിക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്ക് വേണ്ടി ഈ അഭയാലയം എന്ന പ്രസ്ഥാനം തുടങ്ങുവാനുള്ള ഒരു പ്രചോദനം എന്താണ്? മദർ തെരേസയെ സന്ദർശിച്ച അതാണോ എന്നൊന്ന് വ്യക്തമാക്കാമോ? ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പഠന സമയങ്ങളിലെല്ലാം സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളെല്ലാം വരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ക്ഷയരോഗം പടർന്നു പിടിച്ച് ഒരു അവസരങ്ങൾ, വീടുകൾ വാർക്കായിട്ടുള്ളത് വളരെ കുറവാണ്, ഓടിട്ടതും ഓലമെഞ്ഞതുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ പരിസരത്തും പല ഭാഗങ്ങളിലും ആളുകൾ പുരമേയാൻ പോലും കഴിവില്ലാത്ത സാഹചര്യത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന 1 രൂപ, 2 രൂപ, 50 പൈസ, 10 പൈസ ഒക്കെ ഞാൻ ഒരു കുടുക്കയിലിട്ട് വെച്ചിട്ട് ഓല വാങ്ങാനും മുള വാങ്ങാനും കയറ് വാങ്ങാനും ഇതുപോലെ കോരിച്ചെരിയുന്ന മഴയത്ത് നിന്ന് ആ പുര മേയാൻ വേണ്ടിയുള്ള എന്നാൽ കഴിയാവുന്ന ആ ചെറിയ സഹായങ്ങൾ അന്ന് എല്ലാവർക്കും ചെയ്തു. അങ്ങനെ ആ സഹായം ചെയ്തതുപോലെ ക്ഷയരോഗം ബാധിച്ചിരിക്കുന്ന ആൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പാല്, മുട്ട, ഏത്തപ്പഴം, റൊട്ടി ഇതൊക്കെ കഴിക്കുന്നത്. ഇത് രോഗം മാത്രം അവർ വെച്ചുകൊണ്ട് നടക്കും. പാല് മേടിക്കാൻ അവരുടെ അടുത്ത് കാശുണ്ടാവില്ല, പഴം മേടിക്കാൻ കാശുണ്ടാവില്ല, റൊട്ടി മേടിക്കാൻ കാശുണ്ടാവില്ല, അതുപോലെ മുട്ട, ഇങ്ങനെയുള്ളത് ഒന്നിനും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ കിട്ടുന്ന കാശുകൾ ഇങ്ങനെ ഓരോ ആളുകൾക്ക് കൊടുത്തിട്ട് 2 തുടം പാല് മേടിച്ചോളൂ, 1 മുട്ട മേടിച്ചോളൂ എന്നൊക്കെ പറയും. ചെറിയ നിസ്സാരപ്പെട്ട കാശുകളായിരുന്നു. അത് വലിയതായിട്ട് അവർ വാങ്ങിക്കൊണ്ടേ സ്വീകരിച്ച് അതുപോലെ പല ആളുകളെയും ഞാൻ അന്നത്തെ കാലത്ത് സഹായിച്ചിട്ടുണ്ട്. ആ സഹായങ്ങൾ കൊണ്ട് എനിക്കിങ്ങനെ നിരാലംബരായിരിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാൻ ഞാൻ വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ പ്രായം കൂടിക്കൊണ്ട സമയത്ത് എനിക്ക് തോന്നലുണ്ടാവുകയാണ് ചെയ്തത്. ചെറുപ്പം മുതലേ മനുഷ്യ സ്നേഹത്തിലും സഹായത്തിലും വളരെ ഉത്സാഹവാനായിരുന്നു അങ്ങെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ താങ്കളുടെ പേരിൽ ഒരു 204 മണിക്കൂർ നോൺ സ്റ്റോപ്പ് വാക്കിംഗ്, നിർത്താതെയുള്ള നടത്തത്തിൻ്റെ ഒരു റെക്കോർഡോ മറ്റോ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ 204 മണിക്കൂർ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 9 ദിവസം വരും. അത് ഞാൻ നടന്നത് മദ്രാസിൽ വെച്ചിട്ടായിരുന്നു. മദ്രാസ് കോടമ്പാക്കം എന്ന സ്ഥലത്തും കോർപ്പറേഷൻ അനുവദിച്ച ഒരു സ്ഥലത്തായിരുന്നു അത് ഞാൻ ചെയ്തത്. അത് എന്തുകൊണ്ടെന്നാൽ സ്പോർട്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് പാട്രിയറ്റ് എന്നൊരു പത്രം വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് പത്രമാണ്. അതിൽ റഷ്യക്കാർ എല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അഡ്വഞ്ചറായിട്ട് നോൺ സ്റ്റോപ്പ് വാക്കിങ് ചെയ്യാറുണ്ടെന്ന് കണ്ട്. പക്ഷേ അവർ വെറും നിസ്സാര മണിക്കൂറുകൾ മാത്രമേ 90 മണിക്കൂറാണ് അവർ ചെയ്തതായിട്ട് ഞാൻ കണ്ടത്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ എനിക്കും ചെയ്താൽ എന്താണ് എന്നുള്ള ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട്, മറ്റൊന്നും എനിക്ക് അറിയില്ല. എന്നാൽ 204 മണിക്കൂർ നടന്നപ്പോൾ മദ്രാസിലെ കോർപ്പറേഷനിലായതുകൊണ്ട് അവിടുത്തെ ഡോക്ടർമാർ, സിനിമാ നടന്മാർ, അവിടുത്തെ പ്രമുഖർ, MLA അവരെല്ലാം എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് വളരെ നല്ല രീതിയിൽ അത് ആ അഡ്വഞ്ചർ സാഹചര്യം വളരെ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും അവരാണ് എനിക്ക് ഒരുക്കി തന്നത്. അപ്പോൾ എനിക്ക് കുടിക്കണമെന്ന് പറഞ്ഞ് നടന്നിട്ടായിരുന്നു ഞാൻ കുടിച്ചത്. എനിക്ക് മറ്റുള്ളതൊന്നും ഉണ്ടാവില്ല, കാരണം ഞാനൊരു ടാബ്ലറ്റ്സ് കഴിക്കും, ഒരു ഗുളിക. അന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ച ഒരു ഗുളികയുണ്ട്, അത് വിശപ്പുണ്ടാവില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ടോയ്ലറ്റിൻ്റെയൊക്കെ പോകണം, ഇങ്ങനെയൊക്കെയാണ്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ആ ഗുളിക തന്നത്. ഈ 9 ദിവസം കഴിഞ്ഞപ്പോൾ, 204 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിച്ച് കൊണ്ട് പറഞ്ഞു, ഇത്രയും മണിക്കൂർ നിന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ 9 ദിവസം ഉറങ്ങാതെ നിന്നാൽ തന്നെ മരണം ഉടൻ തന്നെയാണ്, അതുപോലെ മരിച്ചു പോകും. ഇദ്ദേഹം, ഈ പയ്യൻ അന്ന് ചെറുപ്പമാണ്, ഇദ്ദേഹം ഒരു അത്ഭുത സൃഷ്ടിയാണെന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞു അവിടെ വെച്ച്. അപ്പോൾ അങ്ങനെ എനിക്കൊരു വലിയ പ്രോത്സാഹനം അവിടെ നിന്ന് കിട്ടി. അതായിരുന്നു എൻ്റെ പ്രധാനമായിട്ടുള്ള അഡ്വഞ്ചറിൻ്റെ ഇത്. അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അവരുടെ ഒരു തമിഴ് പത്രമുണ്ട് അന്നത്തെ, അതിലെല്ലാം എൻ്റെ ഫീച്ചറും അതും ഇതൊക്കെ അവർ വന്നിട്ട്. വളരെ അതിസാഹസികമായ ഈ കർമ്മം പോലെ തന്നെ ഭാരത പര്യടനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ 19 സംസ്ഥാനങ്ങളിലൂടെ നടന്നു തീർത്ത ഒരു സംഭവം കൂടി അങ്ങയുടെ ജീവിതത്തിലുണ്ടല്ലോ. ഈ നോൺ സ്റ്റോപ്പ് വാക്കിങ് ഞാൻ
കഴിഞ്ഞ് 1968 അന്ന് 18 വയസ്സാണ്. 19ാമിലേക്ക് 69ലേക്ക് കടന്നപ്പോൾ എനിക്ക് ഇത് വെച്ചിട്ട് ഇത് ഇന്ത്യ മുഴുവനും നടന്നാൽ എന്താണ്, നമ്മുടെ ഭാരതം നമുക്ക് സ്വർണ്ണമാണ്, ഈ ഭാരതം മുഴുവനും നമുക്ക് നടന്നു നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളൊരാശയമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ഉദിച്ചത്. അങ്ങനെ ഞാൻ 1969 ഏപ്രിൽ മാസം 10-ാം തീയതി മദ്രാസിൽ നിന്ന് തന്നെ, മദ്രാസ് സെൻറ്റ് തോമസ് മൗണ്ടിലുള്ള സെൻറ്റ് തോമസ് മൈലാപ്പുരി ആ പള്ളിയിൽ അവിടുത്തെ വികാരി അച്ഛൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിച്ചിട്ട്, അതുപോലെ തന്നെ വല്ല അവിടെ നിന്ന് ഡോക്യുമെൻറ്റ്സും പിന്നെ ഇവിടെ നിന്ന് എൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് ഞാൻ അവിടെ നിന്ന് മദ്രാസിൽ നിന്ന് നേരെ അല്ലൂരി, എല്ലൂരി, എണ്ണൂർ ഇങ്ങനെയുള്ള റൂട്ടിൽ കോസ്റ്റ് ലൈനായിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ആ യാത്ര നീണ്ട 30 മാസം, ചുരുങ്ങിയത് ഒരു 5 വർഷമെങ്കിലും പിടിച്ചിട്ടുണ്ട്. 30 മാസമാണ് കണക്കെൻ്റെ നടന്നേക്കണത്. ആ നടത്തത്തിൽ ജനങ്ങളുടെ ജീവിതം, ഭാഷ, വേഷം, സംസ്കാരം, തൊഴിൽ, വിദ്യാഭ്യാസം ഇതെല്ലാം ഓരോ ഗ്രാമങ്ങളിലും സന്ദർശിച്ച് എനിക്ക് കണ്ടു. ഗ്രാമീണരായിട്ട് എനിക്ക് വളരെയധികം ഇടപഴകാനുള്ള അവസരങ്ങൾ എനിക്ക് കൂടുതൽ കിട്ടി. എനിക്ക് ഭാഷകൾ ഇംഗ്ലീഷും തമിഴും മലയാളമാണ് അന്ന് അറിഞ്ഞിരുന്നത്. പിന്നെ ഈ ഭാഗത്തിൽ എൻ്റെ കയ്യിൽ ഓരോ സ്ഥലങ്ങളിൽ വിവർത്തനം ചെയ്യുന്ന ബുക്കുകൾ വാങ്ങാൻ തുടങ്ങി. അതെൻ്റെ പോക്കറ്റിൽ വെക്കും. അങ്ങനെ സംശയങ്ങളൊക്കെ ഓരോന്നോരോന്ന് അടച്ച് അതിൽ നിന്ന് സംസാരിക്കും. അപ്പോൾ തെലുങ്കായാലും മറ്റേതെങ്കിലും ഭാഷയിൽ അങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ എല്ലാ വശങ്ങളും അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ ലൈനിലേക്ക് പോണ സമയത്ത് പല ആളുകളുമായി എനിക്ക് പരിചയപ്പെടാൻ സാധിക്കും. നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, സാമൂഹ്യ സ്നേഹികളും സാമൂഹ്യ ദ്രോഹികളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എന്നെ പരീക്ഷിക്കാൻ. രാഷ്ട്ര സേവനത്തിൻ്റെയും അല്ലെങ്കിൽ മനുഷ്യ സേവനത്തിൻ്റെയും ആയിട്ടുള്ള ഒരു വലിയ അതിസാഹസികമായ കർമ്മമായിട്ട് വേണം അതിനെ കാണാൻ. ഞാൻ ചോദിക്കുന്നത്, ഈ 19 സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്രയ്ക്കിടയ്ക്ക് നമ്മളെ വല്ലാതെ സ്പർശിച്ച ഏറ്റവും തീവ്രമായിട്ടുള്ള 1-2 അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? കാരണം അയിത്തം അല്ലെങ്കിൽ അതുപോലെയുള്ള പല അനാചാരങ്ങളും ഇപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ച 1-2 അനുഭവങ്ങളൊന്ന് സൂചിപ്പിക്കാമോ? ഏറ്റവും ഒന്നാമതായിട്ട് കൽക്കട്ട 24 ഫർഗാന ജില്ലയിൽ വെച്ച് അന്ന് നക്സലേറ്റിൻ്റെ ഒരു വലിയ ഒരു ഇത് നടക്കുകയായിരുന്നു, പോലീസിൻ്റെ ഒരു സംഭവങ്ങൾ. അപ്പോൾ ഞാൻ നക്സലേറ്റാണ് എന്ന് വിചാരിച്ച് വേറെ നക്സലേറ്റ് അല്ലാത്ത സാമൂഹ്യ സ്നേഹികൾ എന്നെ പിടിച്ചിട്ട് പരിശോധിച്ചു. എല്ലാ റെക്കോർഡുകളും സർട്ടിഫിക്കറ്റ് ഇതൊക്കെ പരിശോധിച്ചു. ഞാനപ്പോൾ ഉള്ളത് ബോധ്യപ്പെടുത്തി. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു പത്രത്തിൽ എൻ്റെ പടമുണ്ടായിരുന്നു. ആ പടം അവർ കണ്ടപ്പോൾ എന്നോട് മാപ്പ് ചോദിച്ചു, ക്ഷമിക്കണം, ഞങ്ങളറിയാതെ സംസാരിച്ചാണ്, നിങ്ങൾ ഇന്ത്യ നടന്നു കണ്ടെത്താൻ പോകുന്ന ആളാണ് എന്ന് പറഞ്ഞ് ബംഗാളികളായിരിക്കുന്ന ആളുകൾ. അക്കൂട്ടത്തിൽ നമ്മുടെ മറ്റുള്ള രാജസ്ഥാൻ അങ്ങനെയുള്ള അവിടെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ യാതൊരു വിധത്തിലും ഉപദ്രവങ്ങൾ എനിക്ക് ഉണ്ടായില്ല. അവിടെ വെച്ചിട്ട് സ്നേഹത്തോടു കൂടി തന്നെ അവിടെ പിരിക്കുകയാണ് ചെയ്തത്. മദർ തെരേസയെ കാണാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ അപ്പോൾ അവിടെ മദർ തെരേസ ഈ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി മദർ തെരേസ അവിടെ ഉണ്ട്, കൽക്കട്ടയിലുണ്ട്. അപ്പോൾ ആ അമ്മയെ ഒന്ന് കാണണം വലിയ ഇതായിട്ട്. കാരണം പത്രത്തിലും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇത് മാത്രമല്ല ഉള്ളൂ, നേരിട്ടൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അത് സാധിക്കുമെന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവരുടെ അടുത്ത് ചെന്ന് അവരുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വേറെ വലിയ കുഴപ്പം പിടിച്ച സെക്യൂരിറ്റി അല്ല, നല്ല ആളാണ്. അവർ പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ അതിനകത്ത് കമ്പൗണ്ടിൽ കയറി എല്ലാ സ്ഥലങ്ങളിലും കണ്ട് അമ്മനെ കണ്ട് അമ്മ സംസാരിച്ചപ്പോൾ ഞാൻ അന്ന് കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ അതാണ് സാക്ഷാൽ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അവിടെ ഒത്തിരി നിരാലംബരി, രോഗികൾ, അനാഥരി, അത് എന്ന് പറയാൻ പറ്റാത്ത എല്ലാ വിധത്തിലും കഷ്ടപ്പെടുന്ന ദുഃഖം മാത്രം നിറഞ്ഞ ആളുകളെയാണ് ആ പരിശുദ്ധ അമ്മ അന്ന് സഹായിച്ച് സംരക്ഷിച്ചു വരുന്നത്. അമ്മ എന്തെല്ലാം മുഖത്ത് നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുന്നവരെ തുടക്കുന്നു, കുഷ്ഠരോഗികളുടെ കൈകളൊക്കെ മരുന്ന് ലോഷനൊക്കെ വെച്ചിട്ട് കെട്ടുന്നത്. അതുപോലെ പറയാൻ സാധിക്കില്ല, ബിംബിഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് അന്നത്തെ ആ വർഷങ്ങളെപ്പറ്റി ഞാൻ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയും. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു,
എൻ്റെ ദൈവമേ, എൻ്റെ നാട്ടിൽ എനിക്ക് രണ്ടുപേരെങ്കിലും ഇങ്ങനെയുള്ള ആളെ സഹായിക്കാൻ ഒരു മനസ്സ് ഉണ്ടാവണേ ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് എന്നുള്ളൊരു വിചാരം അവിടെ നിന്ന് പറഞ്ഞ് അമ്മനെ കണ്ട് സംസാരിച്ച് ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാനിങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പോൾ. അപ്പോൾ അമ്മ ഇംഗ്ലീഷിലാണ് അമ്മ സംസാരിക്കുന്നതൊക്കെ. അമ്മ പറഞ്ഞു, മോനെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളൊരു വാക്കുകൾ, ഒരു അനുഗ്രഹം കിട്ടിയെന്ന്. പിന്നെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് ചായ ഇതൊക്കെ തന്ന് ഭക്ഷണമൊക്കെ തന്ന് വലിയ രീതിയിൽ എന്നെ സ്വീകരിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്തു. ഈ ഞങ്ങൾ മീഡിയ സിറ്റി ന്യൂസ് ചാനലൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂരാണ്. പെരുമയുടെ ഊര് എന്നൊക്കെ വിളിക്കപ്പെടുന്ന പെരുമ്പാവൂരുണ്ട്. പെരുമ്പാവൂരിനെ കുറിച്ചുള്ള ഒരു പെരുമ്പാവൂരുമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊന്ന് വിവരിക്കും. എൻ്റെ ഈ യാത്ര നടന്നിട്ടുള്ള ഇന്ത്യ സന്ദർശനത്തിന് ശേഷം ഞാൻ അന്ന് ഒരു ദിവസം 30 മുതൽ 40 മണിക്കൂർ വരെ ഞാൻ നടക്കും. നല്ല ആരോഗ്യമാണ്, ഓടാനും ചാടാനൊക്കെ വലിയ കരുത്തായിരുന്നു. 30 മുതൽ 40 വരെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ പോരുമ്പോഴും അവിടെ നിന്ന് എൻ്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഞാൻ ഇന്ന സ്ഥലത്ത് സന്ദർശിച്ചു എന്ന് പറയാൻ. അതെല്ലാം അതിൻ്റെ റെക്കോർഡുകളോട് എവിഡൻസോടുകൂടി ഞാൻ നാട്ടിലേക്ക് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ പെരുമ്പാവൂരി സന്ദർശിക്കാൻ വേണ്ടി ചെന്നത്. പെരുമ്പാവൂർ അന്ന് ഞാൻ സന്ദർശിക്കുമ്പോൾ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാനായി പി തങ്കച്ചൻ എന്ന് പറഞ്ഞ വലിയ ഒരു സാറായിരുന്നു അന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ സ്പീക്കർ ഒക്കെ. അദ്ദേഹം ഇപ്പോൾ അതിന് ശേഷമാണ് സ്പീക്കറായത്. ഞാൻ കാണുമ്പോൾ പി തങ്കച്ചനെ കാണുമ്പോൾ മുനിസിപ്പൽ ചെയർമാനായിരുന്നു, അഡ്വക്കറ്റായിരുന്നു. അങ്ങനെ എന്നെ കണ്ട് എനിക്ക് റിസപ്ഷനൊക്കെ തന്നു വലിയ സ്വീകരണങ്ങളൊക്കെ ചെയ്ത ഒരു സാറായിരുന്നു ഈ പി തങ്കച്ചൻ. പിന്നെ ആ കൂട്ടത്തിലാണ് ഒരു പാർട്ടിക്കാരാണ്. പാർട്ടിയിൽ എന്ന് പറയുമ്പോൾ ഇത് TH മുസ്തഫ, ഇവരൊക്കെ അടുത്തടുത്തുള്ള ആളാണ്. അവരൊക്കെ ആയിട്ട് അന്ന് എനിക്ക് ഈ പി തങ്കച്ചൻ സാറ് പരിചയപ്പെടുത്തി തന്ന്, മുസ്തഫ അതുപോലെ വേറെ പല ആളുകളെയും പരിചയപ്പെടുത്തി തന്ന്. അങ്ങനെ പിന്നെ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എപ്പോഴും അവരായിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ പറയാൻ തുടങ്ങി അന്ന് മുസ്തഫയൊക്കെ. അങ്ങനെയുള്ള ആ സ്നേഹം നിലനിന്നുകൊണ്ടിരിക്കണം ഇന്ന് വരെക്കും. എനിക്ക് ഈ മുസ്തഫ സാറിപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നത്. ഈ പി തങ്കച്ചൻ അവരുള്ള പൊളിറ്റിക്സിലുള്ള ഇങ്ങനെ എല്ലാവരും. പിന്നെ അതുപോലെ ഒരാളുണ്ടായിരുന്നു അന്ന്, ശിവൻ എന്ന് പറഞ്ഞ ശിവൻപിള്ള ഒരാൾ. അദ്ദേഹത്തിനും എനിക്ക് അറിയാവുന്ന TP ഹസൻ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു അവിടെ ഈ പെരുമ്പാവൂർ. അദ്ദേഹം കൂടുതൽ സ്നേഹമായിരുന്നു. ഇവരൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയില്ല, കാരണം 73 വയസ്സായി ഇപ്പോൾ, അതുകൊണ്ട് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് അവരൊക്കെ പെരുമ്പാവൂർ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കേരളത്തിലെ ഒരു ഭാഗമാണത് ആ പെരുമ്പാവൂർ. ഇന്ന് പെരുമ്പാവൂർ വലിയ വലിയ കാര്യങ്ങൾ, ആ സർക്കിൾ, ആ റോഡ്, ആ നഗരം, ആശ്രമം, സ്കൂള്, അതുപോലെ തന്നെ പെരുമ്പാവൂർ സാൻറ് ജോർജ് ആശുപത്രി ഞാൻ ഓർക്കുകയാണ്. പിന്നെ അങ്ങനെ പല ഒരു കോളേജ്, പ്രൈവറ്റ് കോളേജ് ഉണ്ടായിരുന്നു ഈ പെരുമ്പാവൂർ ആലുവ റൂട്ടിൻ്റെ ഈ സൈഡിൽ. അതൊക്കെ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ അവിടെ ആ കോതമംഗലത്തേക്ക്, മൂവാറ്റുപുഴയിലേക്ക്, പിന്നെ കാലടിയിലേക്കൊക്കെ പോകാനുള്ള ഒരു അവസരം, വഴികളും അവിടെ ഉണ്ട്. പിന്നെ കോടതി, അന്ന് ഞാൻ കാണുമ്പോഴൊക്കെ കോടതിയൊക്കെ ചെറിയ ഒരു ഇതായിരുന്നു. ഇന്നൊക്കെ കോടതിയൊക്കെ വലിയതായിട്ടിരിക്കുകയാണ്. കോടതിയൊക്കെ പെരുമ്പാവൂർ വളരെ ഇതായിട്ട്. അതുപോലെ സർക്കിൾ, മുനിസിപ്പൽ ഓഫീസ്, ഇതൊക്കെ കാണാൻ അന്നത്തെ ഇതല്ല ഇന്ന് വളരെ ബ്രൈറ്റ്, വളരെയധികം മികച്ച, അതായത് 1ാം നമ്പർ ഏരിയ പോലെ തോന്നിയാണ് കേരളത്തിൽ. അതേപോലെയാണ്. താങ്കൾ ചെറുപ്പകാലം മുതൽ പ്രൊഫഷണൽ നാടക രംഗത്ത് അതുപോലെ സംഗീത മേഖലയിലൊക്കെ കാര്യമായി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. എൻ്റെ നാടക പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാടകം എഴുതി അത് സംവിധാനം ചെയ്ത് അതിനാവശ്യമായ ഗാനങ്ങൾ ചെയ്ത് ഞാൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ കാലഘട്ടത്തിൽ ഞാൻ വേറൊരു മംഗലാപുരത്ത് ഒരു കേരള സമാജം ഉണ്ടായിരുന്നു. ആ കേരള സമാജത്തിൽ ഒരു നാടകം ഞാൻ അവിടെ അവതരിപ്പിച്ചു. ഇതാണ് ജീവിതം എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. അപ്പോൾ അന്ന് എനിക്ക് ഈ പറയണ പോലെ വയസ്സ് വളരെ ചെറിയ വയസ്സാണ്. എന്നാലും ഈ കല എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ സ്നേഹിക്കുക തന്നെയായിരുന്നു. ചെറുപ്പത്തിലെ ഞാൻ അഭിനയിച്ച നാടകത്തിലെ ഒരു സീൻ എനിക്കിപ്പോഴും ഓർക്കുകയാണ് ഞാൻ. കാരണം അതിൽ എൻ്റെ ഒരച്ഛനായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. ആ അച്ഛൻ്റെ മുൻപിലേക്ക് ഞാൻ ബാലനായ ഞാൻ ചെന്ന്, 9 വയസ്സുകാരനായ ഞാൻ ചെന്ന് ചോദിക്കുകയാണ്, അച്ഛനല്ലേ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഉച്ചക്കഞ്ഞിയും പുസ്തകവും വെറുതെ കിട്ടുമെന്ന്?
ഇന്നെന്താ കിട്ടാത്ത അച്ഛ? പറയൂ അച്ഛ. അച്ഛൻ ഉവ്വ മോനെ ഞാൻ പറഞ്ഞു. ഇത്രയും ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മകളിലെ ഒരു ഭാഗം ഇപ്പോഴും ഞാൻ വെച്ചിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ. അത് ആ നാടകത്തിൻ്റെ ഒരു ഇത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ പല ഗാനങ്ങൾ ഇന്ന് വരെയും എനിക്ക് ഒരു ഒരു കഥ സിനിമയിലേക്കോ അല്ലെങ്കിൽ ഇതായിട്ട് വരാനുള്ള ഒരു അവസരങ്ങൾ ആരും തന്നില്ല. ഒരു ഗാനം എനിക്ക് സിനിമയിലേക്ക് എനിക്ക് വേണ്ടി എഴുതി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതും എന്നെ വിളിച്ചിട്ടില്ല, ആരും മനസ്സിലില്ല. ഈ ഇന്ത്യയിൽ 26,500 മൈലാണ് ഞാൻ നടന്നത്. അങ്ങനെ അതൊരു സംഭവം വിദേശത്തായിരുന്നെങ്കിൽ ഈ സെബാസ്റ്റ്യൻ അല്ല, വലിയൊരു സെബാസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഞാൻ അറിയപ്പെടാത്ത ഒരു സാഹസികനായി ഒരു ഗ്രാമത്തിൽ ഇന്ന് താമസിക്കുകയാണ്. അതും ജീവാരുണ്യ പ്രവർത്തനം ചെയ്തു. കുറച്ച് നല്ലവരായിരിക്കുന്ന ആളുകൾ എനിക്ക് സഹായത്തിനുണ്ട് എൻ്റെ കൂടെ. അതുകൊണ്ട് ഈ പ്രവർത്തനം പൂർണ്ണമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോകില്ല, ഇനിയും അതിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ താങ്കളിലെ ഒരു മനുഷ്യസ്നേഹിയെയും താങ്കളുടെ ഒരു നന്മയെയുമാണ്. അത് തീർച്ചയായും തിരിച്ചറിയപ്പെടേണ്ടതും പുറത്തറിയപ്പെടേണ്ടതുമാണ്. എനിക്ക് തോന്നുന്നു പ്രളയം ബാക്കി വെച്ചത് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ താങ്കളുടെ ബഹുമതികൾ പിന്നെ കുറച്ചധികം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പിന്നെ അംഗീകാരങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണാനിടയായി. അവയെക്കുറിച്ച് ഒന്ന് പറയാമോ? യെസ്, പ്രളയം ഒന്നുകൊണ്ട് എല്ലാ ദുരന്തങ്ങളും അവസാനിക്കുമെന്ന് വിചാരിച്ചു. പ്രളയം അങ്ങാട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവങ്ങളും കടന്നു വന്നു, കോവിഡ്. ഈ കോവിഡ് കാലം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ പേഷ്യൻ്റ് അന്തേവാസികളായ മക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞാൻ പല ഭാഗങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയതെന്ന് അന്നിന്നും ഓർക്കാൻ വയ്യ. ആ സമയത്ത് കോവിഡിൻ്റെ അംശം എൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. എൻ്റെ ഭാര്യ എന്നോട് യാത്ര പറഞ്ഞു. ഇന്ന് എന്നോടൊപ്പം എൻ്റെ ഭാര്യ ഇല്ല. എൻ്റെ സ്നേഹം ഞാനും ഭാര്യയും കൂടിയാണ് എല്ലാ കാര്യത്തിനും എപ്പോഴും ഈ പ്രവർത്തനം സോഷ്യൽ വർക്ക് ചെയ്തേച്ചത്. അതേപോലെ പ്രളയം വന്നപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായ എൻ്റെ റെക്കോർഡുകൾ. എനിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം കിട്ടിയിരിക്കുന്ന എല്ലാ അവാർഡുകളിൽ എല്ലാ സാധനങ്ങളിൽ ഒരു 75% എനിക്ക് നഷ്ടപ്പെട്ടു, മുങ്ങിപ്പോയി. ബാക്കി ഏതാനും ചില പേപ്പറുകൾ കിട്ടിയത് എൻ്റെ കൈവശമുണ്ട്. അതുമാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ ഉള്ളത് ഇവിടെ ഉണ്ടായിരുന്ന വെച്ചാൽ കട്ടിലി, കസേര, അതുപോലുള്ള എല്ലാ സാധനങ്ങളും നശിച്ച്, വണ്ടികൾ ഇതെല്ലാം നഷ്ടപ്പെട്ട് വളരെ വിഷമത്തിൻ്റെ അന്തരീക്ഷത്തിലേക്കാണ് അന്ന് ഞങ്ങൾ പിന്നീടായത്. ടൈലി ഭവനത്തിൻ്റെ അടിത്തറ വരെ ഇളകിപ്പോയി. ഇന്നും ആ ഓർമ്മ എനിക്ക് എൻ്റെ മനസ്സിൽ വിഷമത്തിൻ്റെ ദുഃഖത്തിൻ്റെ തളം കെട്ടി നിൽക്കുകയാണ്. അതെല്ലാം സമൂഹത്തോട് പറയാം. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരൊക്കെ ആദരിക്കുകയോ അല്ലെങ്കിൽ വിവിധ പത്രങ്ങളിലൊക്കെ താങ്കളുടെ ഈ സാഹസങ്ങളെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വരികയോ ചെയ്തിട്ടുണ്ടാവും? ഉണ്ടായിരുന്നു. മനോരമ, മാതൃഭൂമി. അതിൽ കൂടുതലും മനോരമയും മാതൃഭൂമിയും എനിക്ക് കൂടുതൽ പ്രചോദനം തന്നു. വളരെയധികം പ്രോത്സാഹനങ്ങൾ അവർ രണ്ടുപേരും തന്നത്. അതേപോലെ തന്നെ ഈ കേരള ടൈംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് കേരളത്തിലെ മിക്ക പത്രങ്ങളും എന്നെ പ്രശംസിച്ച് ലേഖനങ്ങൾ, വാർത്തകളൊക്കെ. ഉദാഹരണത്തിന് സെബാസ്റ്റ്യൻ പോൾ വലിയ ഒരു എഴുത്തുകാരനും വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആ ഇതിൽ ഉള്ള ഒരു വ്യക്തി ആണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എന്നെ പറ്റിയൊരു ലേഖനം എഴുതിച്ച്. ആ ലേഖനത്തിൻ്റെ പകർപ്പുകളും ആ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ കട്ടിങ്സും മാത്രം പ്രളയം കൊണ്ടുപോയില്ല, അതെൻ്റെ കൈവശമുണ്ട്. ഞാൻ ഇന്ന് സൂക്ഷിക്കണത്. അങ്ങനെയാണ് ആ സംഭവങ്ങൾ. അതുപോലെ പ്രേം നസീർ, അതുപോലെ തന്നെ അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രി MGR, TS മുത്തയ്യ, KP ഉമ്മർ, സകല സിനിമ നടന്മാരും എനിക്ക്, തമിഴ്നാട്ടിലെ ആനന്ദൻ, അതുപോലെ അശോകൻ, വലിയ വലിയ നടന്മാരവരൊക്കെ എന്നെ പ്രശംസിച്ച് എനിക്ക് അവാർഡുകളും പാരിതോഷികങ്ങളെല്ലാം അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രളയം വന്നപ്പോൾ ഒരു 75% ഇത്തരത്തിലുള്ള അവാർഡുകളും പേപ്പറുകളും റെക്കോർഡുകളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. അത് വീണ്ടും കിട്ടില്ല. വീണ്ടും അവരോട് നിന്ന് ചോദിക്കാൻ പറ്റില്ല. ആ സാഹചര്യത്തിലായിപ്പോയി. എൻ്റെ കൈവശം കിട്ടിയതിൽ നിന്ന് സ്വർണം പോലെ ഞാൻ സൂക്ഷിച്ച് ബാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ എൻ്റെ കയ്യിൽ പല ആളുകളും
എനിക്ക് പല പുസ്തകങ്ങളും കേരളത്തിന് പുറത്ത് നിന്ന് എനിക്ക് അവാർഡായിട്ട് സ്വീകരിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായി. ആ പുസ്തകങ്ങൾ മുഴുവനും ഡയറികൾ. എൻ്റെ ഒരു 712 ഡയറിയാണ് എനിക്ക് നശിച്ചു പോയത്, വെള്ളത്തിലായിപ്പോയി. ഈ 712 ഡയറിയിൽ ഓരോ സംസ്ഥാനങ്ങളെ പറ്റി, റോഡുകൾ, നദികൾ, നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡ്, നാഷണൽ ഹൈവേ എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, അങ്ങനെ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നതാണ്. അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ട ആ തീരാവേദന ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ സാറിൻ്റെ ഭാവി പദ്ധതികൾ എങ്ങനെയാണ്? കല, മാധ്യമം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇനി എനിക്ക് ഈ കലാപരമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ നല്ലവരായിരിക്കുന്ന സിനിമാ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ കലാകാരന്മാരോ അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് ചെല്ലും. ഞാൻ സാമ്പത്തികം മോഹിച്ചിട്ടല്ല അതുപോലെ തന്നെ ഉള്ള കലാപരമായിട്ട് ഇടപെടുന്നത്. എനിക്ക് സാമ്പത്തികം ഞാൻ ആവശ്യമുള്ളത് എൻ്റെ ഈ ഇവിടെയുള്ള അന്തേവാസികളായ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി, അഭയാലയത്തിന് വേണ്ടി മാത്രം കഴിവുള്ള ആളുകൾ സഹായിച്ചാൽ മാത്രം മതി. അത് ഞാൻ നിർബന്ധമായിട്ടൊന്നും ചോദിക്കുന്നില്ല. ഇന്ന് വരെയും നിർബന്ധമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല ആരോടും. അതുകൊണ്ട് എന്നോടൊപ്പം നിങ്ങളെല്ലാവരും, ഈ മനുഷ്യസ്നേഹികളെല്ലാം ഉണ്ടാകും, എനിക്ക് വേണ്ടതായിട്ടുള്ള പ്രചോദനങ്ങൾ തരും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ. വ്യക്തിപരമായ വിശേഷങ്ങളെക്കുറിച്ച് കുടുംബം എങ്ങനെയൊക്കെയാണ്? കുടുംബം, എനിക്ക് ഭാര്യ, 2 മക്കൾ. മൂത്തത് മകളാണ്, രണ്ടാമത്തത് ആൺകുട്ടിയാണ്. അവൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവന് പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അവന് കൃത്യമായിട്ടൊരു നല്ല തൊഴിൽ അവന് കിട്ടിയിട്ടില്ല. ഞാൻ ആരുടെ അടുത്ത് പോയിട്ട് അത് ഒരു തൊഴിൽ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് അർഹപ്പെട്ടത് നിനക്ക് എന്ന് കിട്ടും അത് നീ എടുത്തോ. കാരണം ശുപാർശയിലൂടെ പോകുന്നത് ശരിയല്ല. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് ദൈവം നിനക്കൊരു ഒരു ജോലി തരും അതിൽ. അപ്പോൾ അവനങ്ങനെ ചെറിയതായിട്ടുള്ള ജോലികളിലേക്ക് കൂടി പോകുന്നു ഇപ്പോൾ. പിന്നെ മകളെ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നത് പള്ളുരുത്തി, കൊച്ചിയിലാണ് അവർ താമസിക്കുന്നത്. പറവൂർ താലൂക്കിൽ തന്നെ ഒരു ഭാഗത്താണ് താമസിക്കുന്നത്. അവർ 2 മക്കളാണ് എനിക്ക്. അങ്ങനെ അവർ പറ്റും. ഇപ്പോൾ ഈ നടപ്പ് കാലത്ത് ഏകദേശം കൗതുകം നിറഞ്ഞൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സാറിൻ്റെ ഇനീഷ്യൽ NO സെബാസ്റ്റ്യൻ ആണല്ലോ. ഈ NO എന്ന് ഒരുമിച്ച് എഴുതിയാൽ നോ എന്നാണ്. നമ്മൾ ഇപ്പോഴത്തെ നടപ്പ് കാലത്ത് നോ പറയേണ്ടതായിട്ട് കാർക്കശ്യത്തോടു കൂടി കൃത്യമായിട്ട് നോ എന്ന് പറയേണ്ടതായ ഒരുപാട് സംഭവങ്ങൾ സമൂഹത്തിലില്ലേ? ഉണ്ട്. വളരെയധികം നോ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, സംഭവങ്ങൾ. പക്ഷേ എല്ലാവരും ചോദിക്കാറുണ്ട് അത് ഈ NO എന്ന് പറയുമ്പോൾ നോ സെബാസ്റ്റ്യൻ എന്ന് പറയും. അപ്പോൾ നോ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ ഫോം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നാറക്കാട്ട് ഔസോ സെബാസ്റ്റ്യൻ എന്നാണ് എൻ്റെ ഫുൾ പേര്. അപ്പോൾ എല്ലാ ഇതിലും NO സെബാസ്റ്റ്യൻ. എഴുതുന്നതിൽ പല ഇതിലും ഇത് പണ്ടൊക്കെ ഈ ലേഖനങ്ങൾ എഴുതുന്ന, നാടകത്തിൽ എഴുതുമ്പോൾ ചിലപ്പോൾ എഴുതുന്നത് LS എന്ന് പറയും, ലോകസഞ്ചാരി സെബാസ്റ്റ്യൻ ചേന്ദമംഗലം. അങ്ങനെയുള്ള പല NS. മനോരാജ്യത്തിൻ്റെ ഇത് ചലച്ചിത്രം എന്നും പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എഴുതുമ്പോൾ NS എന്നാ കാണുള്ളൂ. പല ആളിനെ പറ്റിയൊക്കെ ആർട്ടിക്കിൾസും ലേഖനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് പറ്റിയത്. ഇപ്പോൾ ഇവിടെ ഈ ആളുകളൊക്കെ നോ സെബാസ്റ്റ്യൻ ഉണ്ടോ എന്തൊക്കെ ചോദിച്ചിട്ട് ആൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ താങ്കൾ എന്നോട് ചോദിച്ചതുപോലെ പല വലിയ ഉന്നത വ്യക്തികൾ, താങ്കളെപ്പോലുള്ള ആൾ വന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് NO എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ഇതുപോലെ തന്നെ. അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ സമൂഹത്തിലെ ചെയ്തികളിൽ ഇപ്പോൾ ലഹരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് അക്രമമായിക്കോട്ടെ, ആത്മഹത്യകളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് നമ്മൾ നോ പറയേണ്ടതില്ലേ എന്നാണ്. പിന്നെ അതായത് ഈ നമ്മൾ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റാത്തതാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, ഈ മയക്കുമരുന്നടിക്കൽ, ഇങ്ങനെയൊക്കെ. അതിനൊക്കെ നമ്മൾ പറയേണ്ടത് നോ ആണ്. ശരിയല്ലേ? ആ നോയാണ് നമ്മളെപ്പോഴും കരുതേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് ഓടിക്കയറണം, പാടില്ല. നമ്മളൊരു യാത്ര ചെയ്യണം, അവിടുത്തെ എഴുതിയിരിക്കുന്ന ഇത് മാനദണ്ഡ പ്രകാരത്തിൽ മാത്രമേ അവിടെ പോകാൻ പാടുള്ളൂ. അവിടെയും ഒരു നോ വരും. അപ്പോൾ നമ്മൾക്ക് അർഹപ്പെടാത്തതും സമൂഹമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ നോ ആയിട്ട് ഉപയോഗിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അതിലൊന്നും നമ്മൾ പാടില്ല, സമൂഹത്തിൽ ഒരിക്കലും പാടില്ല. നമ്മുടെ മാനുഷികമായിട്ടുള്ള വളർച്ചയ്ക്കും സംസ്കാരത്തിനും അനുയോജിച്ചതല്ല ഇതുപോലുള്ള ലഹരി, അതുപോലുള്ള മറ്റുള്ള തീവ്രവാദി പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരുടെ സാധനങ്ങൾ നമ്മൾ തട്ടിയെടുക്കുക, അതൊക്കെ നോയാണത്.
അത് പാടില്ല, നമുക്ക് അത് ഒരിക്കലും പാടില്ല. ഈശ്വരവിശ്വാസത്തോടെയും സമൂഹത്തെ സ്നേഹിച്ച് നന്മ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും സഹകരിക്കുക. അപ്പോൾ അവിടെ നോ അല്ല യെസ് ഇതാണ് എന്നുള്ളത്. ഓക്കെ, അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ അഭയാലയത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളി, സാമ്പത്തികമായും ഭൗതികമായിട്ടും വലിയ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ സുമനസ്സുകളായ ആളുകളുടെ സഹായം ഒരുപാട് വേണ്ട ഒരു അവസ്ഥയിലാണെന്ന് ഞാൻ കരുതുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എൻ്റെ ഈ അഭയാലയം എന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങൾ വളരെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടം പഴക്കമുള്ളത് റിന്യൂ ചെയ്തിട്ട് വേണം ഇനിയൊന്ന് പുതുക്കാൻ വേണ്ടി തന്നെ. ഇത് എൻ്റെ ലൈസൻസ് ഇതിനു വേണ്ടിയുള്ള ലൈസൻസ് പുതുക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇടണമെങ്കിൽ ഇതൊക്കെ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ ആവശ്യമാണ്. ഈ സാമ്പത്തിക ശേഷി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പത്തികം. അപ്പോൾ ഏതെങ്കിലും വഴിക്ക് സാമ്പത്തികമായിട്ട് വന്നു കഴിഞ്ഞാൽ കുറേയധികം നല്ലതായിരിക്കും, ഇവർക്കുള്ള സംരക്ഷണങ്ങൾ കൂടുതലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. അപ്പോൾ നമ്മൾ മനുഷ്യസ്നേഹികൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നു, അതിന് വേണ്ടതായിട്ടുള്ളൊരു തീരുമാനങ്ങളും നല്ല രീതിയിൽ തന്നെ എടുക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട മനോരമയുടെ പത്രാധിപർ വളരെ നല്ല രീതിയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം, ഒരു വിവരം എഴുതിയിട്ടുണ്ടായിരുന്നു, നന്മ എന്നുള്ള ആ പേജിൽ. പക്ഷേ അത് വളരെയധികം ആളുകൾക്ക് മനസ്സിലാക്കി പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, ഇഷ്ടംമാരെ ആളുകൾ വിളിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് താങ്കൾ എന്നെ വിളിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ താങ്കളുടെ ചാനലിന് എപ്പോഴും വളരെയധികം നന്മകളിലൂടെ അത് വലിയ ഒരു ചാനലായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം നിങ്ങളെ നേരിൽ കാണാനും നിങ്ങളോട് എൻ്റെ ഈ വിവരങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരങ്ങൾ ഈ ചാനലുകാർ എനിക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ എനിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി എപ്പോഴും ഉള്ളതാണ് ജോർജി, ഈ AV ജോർജി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നെ നിഷ എന്ന് പറയും, നിഷ എന്ന് പറയുന്ന അവളും അതിനെ സഹായിക്കുന്നതിന്. ഇപ്പുറത്തൊരു ജിജി എന്ന് പറഞ്ഞൊരു ലേഡീൻ്റെ ഓഫീസൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ പെണ്ണാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹമാണ് നമ്മൾ ചെയ്യണം. പിന്നെ എൻ്റെ മകൻ എന്ന് പറയുമ്പോൾ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ എന്തെങ്കിലും സഹായിക്കണമെങ്കിൽ മുടി വെട്ടാനോ അല്ലെങ്കിൽ ഷെയ്വ് ചെയ്യാനോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ മടിക്കില്ല, അവൻ ചെയ്തു തരും എന്നോടൊപ്പം. പിന്നെ എൻ്റെ മകൻ അങ്ങനെയുള്ള ഒരു ഇതില്ല അവന്. അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ. എനിക്കിത് ഇത് വലുതാക്കി എടുക്കാനുള്ള വലിയ ആഗ്രഹത്താലിരിക്കുകയാണ്. അപ്പോൾ അത് ജീർണിച്ചിരിക്കുന്ന ഈ അവസ്ഥ മാറ്റി എടുക്കണം. അതിന് എന്താണെന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മെയിനായിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള ഇതാണ്. അത് ഞാൻ ദൈവത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ നടക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും അഭയാലയത്തിലെ സ്റ്റാഫിൻ്റെ ഒരു റിവ്യൂ കൂടി നമ്മളൊന്ന് എടുക്കുകയാണ്. ഓരോക്കെ എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാം. ഞാനൊരു 10-30 വർഷങ്ങളായി ഈ സ്ഥാപനത്തിൽ സവാസനോട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകണം ഒരാഗ്രഹമുണ്ട്. കാരണം ഒരുപാട് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ കുറച്ച് പിള്ളേരും കൂടി വേറെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു വർക്കുകളൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1-2 പേരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പിള്ളേരെയൊക്കെ. അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് കൊണ്ടുവന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ഇത്തിരി സൗകര്യക്കുറവുണ്ട്. അപ്പോൾ അതൊന്നും നല്ല രീതിയിലൊക്കെ ചെയ്ത് ആരെങ്കിലുമൊക്കെ മനസ്സുള്ളവർക്ക് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ആഗ്രഹക്കാരനാണ് ഞാനിവിടെ വന്നിട്ട് 3-3.5 വർഷമായി. എനിക്കിങ്ങനെയുള്ള മക്കളെ നോക്കാൻ ഭയങ്കര താല്പര്യമാണ്. എൻ്റെ ചെറുപ്പം നാളിൽ തന്നെ ഞാൻ വയ്യാത്ത അമ്മമാരെ നോക്കുമായിരുന്നു. ഞാനിവിടെ ഇങ്ങനൊരു സ്ഥാപനത്തിൽ അങ്ങനെ നിന്നതാണ്, പള്ളിക്കത്തോട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ. അപ്പോഴാണ് ചേട്ടൻ എന്നെ ഇവിടുന്ന് വിളിക്കുന്നത്. എൻ്റെ ദേശം ഇവിടെയല്ല, പാലയാണ്. അപ്പോഴാണ് എന്നെ കെട്ടിച്ചിരിക്കുന്ന പാലിയത്ത്. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ വലിയ താല്പര്യമുള്ള ആളായതുകൊണ്ട് എങ്ങനെയോ ദൈവത്തിൻ്റെ കൃപയും കണ്ട് അഭയാലയത്തിലെ ചേട്ടൻ എന്നെ വിളിക്കുന്നു. അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെയുള്ള മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട്. അത് എനിക്കിത് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകുവാനും ഒരുപാട് മക്കളെ നോക്കാനും അവരെ സ്നേഹിക്കുവാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് കിട്ടണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ.
അതുപോലെ ജോർജേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥാപനം ഒരുപാട് പഴകി, ഒരുപാട് വെള്ളങ്ങൾ, ഒത്തിരി മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളെ ഇവിടെ നിർത്താനും നോക്കാനൊക്കെ വലിയ ഇതാണ്. കാരണം അകത്ത് വെള്ളം വീഴാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും തോന്നാറുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ. അത് എല്ലാവരും സഹകരിച്ചും ഇത് അഭയാലയം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ കൂടുതലായിട്ട് അപേക്ഷിക്കുകയാണ്. എനിക്കിത്രയേ പറയാനുള്ളൂ. അതേസമയം പ്രളയം ബാക്കി വെച്ചത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒട്ടേറെ സംവിധാനങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കോവിഡ് മഹാമാരി സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ ജീവൻ കവർന്നതുകൂടാതെ പ്രത്യേക കരുതൽ വേണ്ട അന്തേവാസികളുടെ സംരക്ഷണവും വലിയ പ്രശ്നത്തിലാക്കി. ഇന്നിപ്പോൾ അസൗകര്യങ്ങളും നിരവധി അത്യാവശ്യങ്ങളും കൊണ്ട് വീർപ്പും മുട്ടുന്ന അഭയാലയത്തിന് സാമ്പത്തിക സഹായവും പിന്തുണയും നൽകാൻ തയ്യാറുള്ള സുമനസുകൾക്ക് ഇനി പറയുന്ന നമ്പറിൽ സെബാസ്റ്റ്യൻ NOയെ ബന്ധപ്പെടാവുന്നതാണ്. 9847423456. അഭയാലയം എന്ന ഈ നന്മയുടെ ആലയത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്നും മീഡിയ സിറ്റി ന്യൂസിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശ്രീ NO സെബാസ്റ്റ്യനും ക്യാമറാമാൻ ലിനോനോടൊപ്പം ജോമി മാത്യു സൈനിങ് ഓഫ് ഫോർ ടീം മീഡിയ സിറ്റി.